പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കാനാണ്. കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രീം ക്രീമിൻ്റെ ബിസ്ക്കറ്റാണ്. ഇതാണ് ഐറ്റം. അപ്പോൾ ഇയാളെ നേരെ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കൊണ്ടുപോകാം. ബിസ്ക്കറ്റ് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് 2 കപ്പ് പാലാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത്. 1 കപ്പ് ആഡ് ചെയ്ത് ശരിക്കും ഇളക്കി അത് ശരിക്കും ബീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ 2ാമത്തെ കപ്പും കൂടെ പാല് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഒരുമിച്ച് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതിനെ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശരിക്കും ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള ദോശയുടെ ഒക്കെ മാവ് പോലെയുള്ള ഒരു ബാറ്റർ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ഇനി ഒരു പ്രഷർ കുക്കർ എടുത്ത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാണ്. ശരിക്കും ഓയിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു ബട്ടർ പേപ്പർ ഇറക്കി വെക്കുകയാണ്. ഈ ഒരു ബട്ടർ പേപ്പർ ഇറക്കി വെച്ചതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഈ ഒരു ബാറ്റർ നമ്മൾ പതുക്കെ ഒഴിച്ച് കൊടുക്കേണ്ടത്. പൊക്കിയിട്ട് പതുക്കെ വേണം ഒഴിക്കാനായിട്ട്, ചിന്തി പോവാതിരിക്കാനായിട്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ടോപ്പിംഗ്സ് ആയിട്ടുള്ള അണ്ടിപ്പരിപ്പ് അതേപോലെ തന്നെ ഉണക്കമുന്തിരി, ഈ 2 സാധനങ്ങളും ഒന്ന് നെയ്യിലിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാണ്. ഇനി ഇതൊരു 40 മുതൽ 45 മിനിറ്റ് വരെ ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ നമ്മൾ സിമ്മിൽ നമ്മളൊന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനം സെറ്റായി കിട്ടും. ഇതിൻ്റെ വേവ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ പതുക്കെ ഒരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തി നോക്കുകയാണ് ചെയ്യുന്നത്. ടൂത്ത് പിക്കിൻ്റെ മുകളിൽ ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനം നല്ലപോലെ വെന്തിട്ട് നമുക്ക് മനസ്സിലാവും. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഗനാഷ് നമ്മൾ ഇതിന് മുന്നത്തെ ണ്ടായിരുന്നു അത് കുറച്ച് അപ്ലൈ ചെയ്യാണ്. കാരണം അതിൻ്റെ ഒരു ഭംഗിയും അതേപോലെ തന്നെ ടേസ്റ്റ് നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഗനാഷ് എപ്പോഴും ഈ ഒരു കേക്കിന് മുകളിൽ നമ്മൾ തേക്കുന്നേരം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ ആവുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നേരം നമുക്ക് താല്പര്യത്തിനനുസരിച്ച് എത്രത്തോളം നമുക്ക് ചോക്ലേറ്റ് വേണം എന്നുള്ളതിനനുസരിച്ച് കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഗനാഷിൻ്റെ ലെവൽ നമുക്ക് ലെയർ നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ഏകദേശം നമ്മളത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 മിനിറ്റാണ് നമ്മളത് ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അത് നമ്മൾ വെക്കേണ്ടത്. ഇതെല്ലാം കൂടെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഏകദേശം അരമണിക്കൂർ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമുക്കതിൻ്റെ നേരെ അലങ്കോലപ്പണി അല്ലെങ്കിൽ അലങ്കാരപ്പണിയിലേക്ക് കിടക്കാവുന്നതാണ്. കുറച്ച് വേഫർ അതായത് നബാട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ സ്പാർക്കിൾസ് അല്ലെങ്കിൽ ജെംസ് മുട്ടായി അതേപോലെ തന്നെ കുറച്ചുകൂടെ കളർ എഫക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് മിൽക്കി ബാറും യൂസ് ചെയ്യാവുന്നതാണ്. സംഭവം ഒറ്റനോട്ടത്തിൽ കാണാനായിട്ടൊരു മഞ്ചേരി ബസിൻ്റെ ലുക്ക് ഉണ്ടെങ്കിലും കഴിക്കുകയാണെങ്കിൽ നമ്മൾ സ്ട്രോബെറി ആ ഒരു കേക്കിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മുകളിൽ വന്നിരിക്കുന്ന മിൽക്കി ബാറിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ, താങ്ക് യു.